ഭ്രൂണഹത്യയുടെ കൂടെ ഉഴലുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് ലക്ഷ്മി അതിന്റെ നിവൃത്തിക്കായി വിഷ്ണുവിനെ വിട്ട് കമലാലയത്തിൽ വന്നു. മഹേശ്വരനെ ഭക്തിയോടുകൂടി പൂജിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു ലക്ഷ്മി തന്നെ വിട്ടുപോയതിനാലും ഭ്രൂണഹത്യയാലും ആർത്തനായിട്ട് മുനികളോട് ഭ്രൂണഹത്യ നശിപ്പിക്കാനും ലക്ഷ്മിയെ ലഭിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ഭൃഗുമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. വിഷ്ണുവിന്റെ ഭ്രൂണഹത്യ നശിപ്പിക്കാനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭൃഗുമുനി ശാന്തകോപനായിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ വിഷ്ണു, എന്റെ ക്രോധം ശമിച്ചിട്ടില്ലെങ്കിൽ 100 കൽപ്പകാലം കൊണ്ടും നിന്റെ ഭ്രൂണഹത്യ നശിക്കുന്നതല്ല. ദേവന്മാരും മുനികളും വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്റെ ക്രോധം ശമിച്ചത്. അത് നിന്റെ ഭാഗ്യം തന്നെ. സജ്ജനങ്ങൾ അപരാധം ചെയ്തവരോട് പ്രതിക്രിയ ചെയ്യുന്നില്ല. ദ്രോഹിച്ചവൻ സങ്കടപ്പെടുന്നത് കണ്ടാൽ മഹാന്മാർ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ പാപത്തിന് പ്രായശ്ചിത്തമില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, കേൾക്കുക. ശ്രീ രുദ്രമഹാമന്ത്രത്തെ 12 കോടി ജപിച്ച് ക്ഷീരം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക. അതാണ് പ്രായശ്ചിത്തം. ദേഹമെല്ലാം ഭസ്മം കൊണ്ട് ലേപനം ചെയ്ത് ഭസ്മത്തിൽ തന്നെ ശയിക്കുക. കമലാലയത്തിൽ പോയി സോമസ്കന്ധമൂർത്തിയായി സേവിച്ചാലും ലക്ഷ്മിയെയും ലഭിക്കും. ഇങ്ങനെ പറഞ്ഞ ഭൃഗുമുനി എല്ലാവരെയും പറഞ്ഞയച്ചു. അനന്തരം വിഷ്ണു ശ്രീ രുദ്രമന്ത്രത്തെ ജപിച്ചുകൊണ്ട് കാമധേനുവിന്റെ ക്ഷീരധാരയാൽ ദിവ്യമായ മരതകലിംഗത്തിൽ അഭിഷേകം ചെയ്തു. ഇങ്ങനെ വളരെ ദിവ്യ സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അശരീരിയുണ്ടായി. നിന്റെ ഭ്രൂണഹത്യ നശിച്ചു. ഇനി ലക്ഷ്മിയെ ലഭിക്കും. വളരെ കാലം പൂജിച്ചതുകൊണ്ട് നീ ശ്രാന്തനായിരിക്കുന്നു. ഇനി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ അശരീരി വാക്കു കേട്ടപ്പോൾ വിഷ്ണു ആ ദിക്കിനെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ ചന്ദ്രശേഖര, ഭവാനെ പൂജിച്ചതുകൊണ്ട് എന്റെ ഭ്രൂണഹത്യ നശിച്ചുവെങ്കിൽ ഭവാന്റെ സ്വരൂപത്തെ ഒന്ന് പ്രത്യക്ഷമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപമുള്ളവർ കൂടെ യാതൊരു രൂപത്തെ ധ്യാനിച്ച് ത്രികരണജന്യങ്ങളായ സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നുവോ ആ രൂപത്തെ എനിക്ക് ഒന്ന് കാണിക്കുക. ഈ വരത്തെ ഭക്തവത്സലനായ ഭവാൻ എനിക്ക് തരിക. ഇങ്ങനെ വിഷ്ണു പറഞ്ഞപ്പോൾ അശരീരി വാക്ക് പിന്നെയും കേട്ടു. ഹേ വിഷ്ണു, ബ്രഹ്മാദികളായ ദേവഗണങ്ങളും അഗസ്ത്യൻ മുതലായ യോഗീന്ദ്രന്മാരും അനവധി ദാനങ്ങളെ ചെയ്തും എന്റെ ലിംഗമൂർത്തിയെ പൂജിച്ചും തൃഷ്ണ കൊണ്ട് അപഹൃത ചിത്തന്മാരായിട്ട് ചിത്തനിരോധമില്ലാത്തതിനാൽ എന്നെ കാണുവാൻ സാധിക്കുന്നില്ല. ഹേ വിഷ്ണു, എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സർവഭോഗ വിരക്തനായും ജിതേന്ദ്രിയനായും ലക്ഷ്മിയോടുകൂടി കോടിവർഷം പാശുപത വ്രതത്തെ അനുഷ്ഠിക്കുക. ആ വ്രതം സമ്പൂർണമാകുന്ന സമയത്തിൽ യോഗികൾക്ക് കൂടി കാണുവാൻ കഴിയാത്തതായ എന്റെ രൂപത്തെ കാണിച്ചു തരാം. ഇങ്ങനെ അശരീരവാക്ക് അവസാനിച്ചപ്പോൾ വിഷ്ണു പാശുപത വ്രതത്തെ ദീക്ഷിച്ചു. ദേഹത്തിലെല്ലാം ഭസ്മലേപനം ചെയ്തു. ജടാവൽക്കലങ്ങളെ ധരിച്ചു. പഞ്ചാക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ടും 6 കാലങ്ങളിലും ശിവാർച്ചനം ചെയ്തുകൊണ്ടും ജലത്തിൽ ആകണ്ഠമഗ്നായിട്ട് മഹേശ്വരനെ ഉദ്ദേശിച്ച് വ്രതത്തെ അനുഷ്ഠിച്ചു. ലക്ഷ്മിയാവട്ടെ ഭർത്താവ് ഭ്രൂണഹത്യയിൽ നിന്നും മോചിതനായി എന്നറിഞ്ഞിട്ട് മഹേശ്വരാനുജ്ഞയാൽ ഭർത്താവിന്റെ അടുക്കൽ ചെന്നു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്മി കമലാലയ ക്ഷേത്രത്തിലുള്ള വിചിത്ര ലിംഗത്തെ യാതൊരു ജവന്തി പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിരുന്നുവോ ആ പുഷ്പങ്ങളാൽ തന്നെ വിഷ്ണു ശിവസഹസ്രനാമത്തെ കൊണ്ട് കർപ്പൂരലേപനം കൊണ്ടും കലഹാരമാല്യം കൊണ്ടും അലങ്കൃതമായ ശിവലിംഗത്തെ ഭക്തിയോടുകൂടി അർച്ചിച്ചു. ഇങ്ങനെ കോടി സംവത്സരം കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പ്രസന്നനായി വിഷ്ണുവിനാൽ അർച്ചിതമായ കർപ്പൂര ലിംഗത്തിൽ നിന്നും ശംഭു ഉമാദേവിയോടും സ്കന്ദമൂർത്തിയോടും കൂടി കർപ്പൂരലേപനത്താൽ സുന്ദര ശരീരനായും അതിസൗരഭ്യമുള്ള സൗഗന്ധികമാലയോടുകൂടിയവനായും വിഷ്ണുവിന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് വിഷ്ണുവിനെ അനുഗ്രഹിച്ചു.
എന്ന് സ്കന്ദ ഉപപുരാണത്തിൽ 9-ാം അധ്യായം. വിഷ്ണു തന്റെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സോമാസ്കന്ദമൂർത്തിയെ കർപ്പൂര കൽഹാരങ്ങളുടെ സൗരഭ്യത്താൽ ആസിതമായ ദിക്കുകളോടുകൂടിയവനായും തപ്തകാഞ്ചന തുല്യമായ ഉന്നത ജടാധരനായും മൃണാളധവളമായ ചെറിയ ചന്ദ്രക്കലയെയും ഗംഗയെയും സർപ്പത്തെയും ബ്രഹ്മകപാലമാല്യത്തെയും ധരിച്ചവനായും നെറ്റിയിൽ കസ്തൂരി തിലകത്തെ ധരിച്ചവനായും പ്രകാശമുള്ള ജവന്തി പുഷ്പത്താലുള്ള കർണാഭരണത്താൽ പ്രകാശിതനായും കുങ്കുമ തിലകം പോലെ പ്രകാശിക്കുന്നതായ വന്യനേത്രത്തോടുകൂടിയവനായും മുത്തുമാലകളിലുള്ള രത്നപതക്കപ്രഭയാൽ മനോഹരമായ ഉദരത്തോടുകൂടിയവനായും ഉപവീത സർപ്പത്തിന്റെ നിശ്വാസത്താൽ മാഞ്ഞതായ ഭസ്മലേപനത്തോടുകൂടിയവനായും വ്യാഘ്രചർമ്മത്തെ ധരിച്ചവനായും നമസ്കരിക്കുന്നവരുടെ അഹങ്കാരമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്ന സൂര്യപ്രഭ പോലെ ഇരിക്കുന്നതായ പാദതലപ്രഭയോടുകൂടിയവനായും സംസാര രോഗത്തിന് ഔഷധമായ സ്മൃതി വൈഭവത്തോടു കൂടിയതായും പകുതി വിടർന്ന താമരപ്പൂവിനോട് തുല്യമായിരിക്കുന്ന പാതാരബിന്ദങ്ങളോടുകൂടിയവനായും രത്നസിംഹാസന സ്ഥിതനായും രമണീയ രൂപനായും ഉത്തമ ജീവന്മാരായ ജ്ഞാനികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനുമായിരിക്കുന്ന മഹേശ്വരന്റെ വാമഭാഗത്തിൽ വസിക്കുന്നവളായും വിശാലാക്ഷിയായും സർവഭൂഷണഭൂഷിതയായും ഇരിക്കുന്ന ഗൗരീദേവിയെയും മഹേശ്വരന്റെയും ദേവിയുടെയും മധ്യത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കോമളസ്വരൂപനായ ബാലനെയും വളകപ്രദേശത്തോടു സൗരഭ്യമുള്ള നിശ്വാസങ്ങളാൽ മനോഹര മുഖാരവിന്ദങ്ങളോടുകൂടിയും കണ്ടിട്ട് ആനന്ദഭരിതനായ വിഷ്ണു മഹേശ്വരന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനേക നമസ്കാരം ചെയ്തു. വളരെ സ്തുതിച്ചു. ലക്ഷ്മിയോടുകൂടി തൊഴുതുകൊണ്ട് മഹേശ്വരന്റെ ശിരസിൽ മയിൽപീലികളാൽ നിർമ്മിതമായ കുട പിടിച്ചു. വെഞ്ചാമരങ്ങളെ കൊണ്ട് ലക്ഷ്മി വീശുവാൻ തുടങ്ങി. വിഷ്ണു ആനന്ദഭരിതനായിട്ട് പാഞ്ചജന്യമായ ശംഖത്തെ എടുത്തു വിളിച്ചു. മഹേശ്വരനെ തന്റെ മുമ്പിൽ കണ്ടതുകൊണ്ട് വിഷ്ണുവിന് യാതൊരു ആനന്ദമുണ്ടായിരുന്നോ ആ ആനന്ദത്തിന്റെ ലേശമാത്രത്തോടെങ്കിലും ബ്രഹ്മാനന്ദത്തിന് തുല്യതയുണ്ടാവില്ല. അനന്തരം പ്രസന്നനായ മഹേശ്വരൻ വിനയത്തോടെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ വിഷ്ണു, നിന്റെ ഭ്രൂണഹത്യ നശിച്ചു. ലക്ഷ്മിയോട് ചേരുകയും ചെയ്തു. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ഇപ്പോൾ എന്നോട് തുല്യതയും ലഭിച്ചു. മുമ്പത്തെ പോലെ ത്രിലോകാധിപത്യവും ഭവിക്കട്ടെ. നിനക്ക് നേത്രഗോചരനായിരിക്കുന്ന ഞാൻ യോഗികൾക്കുകൂടി അദൃശ്യനാണ്. ഉമാദേവിയോടും സ്കന്ദമൂർത്തിയോടും കൂടി രത്നസിംഹാസന സ്ഥിതനായ എന്നെ സേവിക്കുന്ന മഹാഭാഗന്മാർക്ക് മോക്ഷം കരസ്ഥിതം തന്നെ. ഇങ്ങനെ മഹേശ്വരൻ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു, ഹേ മഹേശ്വര, എന്റെ സന്തോഷത്തിനായി ഭവാൻ ഈ രൂപത്തെ എപ്പോഴും ധരിച്ചിരിക്കുക. ദേവന്മാരും മുനികളും ഈ രൂപത്തെ കണ്ടു കൃതാർത്ഥന്മാരായി ഭവിക്കട്ടെ. ഞാൻ യോഗനിദ്രയെ ചെയ്യുവാൻ വിചാരിക്കുന്നു. അതിന് എന്നെ അനുഗ്രഹിക്കുക. ഇങ്ങനെ വിഷ്ണു പ്രാർത്ഥിക്കുകയാൽ മഹേശ്വരൻ ആ രൂപത്തോടുകൂടി തന്നെ സ്ഥിതി ചെയ്തു. ദേവകളും യോഗീന്ദ്രന്മാരും ആ രൂപത്തെ കണ്ട് ശുദ്ധയുക്തന്മാരായി ഭവിച്ചു. ആർ എന്തിനെ ആഗ്രഹിച്ച് സേവിക്കുന്നുവോ ആ അഭീഷ്ടത്തെ കൊടുക്കുന്നതുകൊണ്ട് വാക്കിനും മനസ്സിനും അഗോചരനായ മഹേശ്വരന് ത്യാഗേശ്വരൻ എന്ന നാമവും ഉണ്ടായി. പിന്നെ വളരെക്കാലം കഴിഞ്ഞപ്പോൾ യോഗനിദ്ര ചെയ്യുവാൻ മഹേശ്വരങ്കിൽ നിന്ന് അനുജ്ഞ ലഭിച്ചവനായ വിഷ്ണു ത്യാഗേശ്വരനെ രത്നസമ്പുടത്തിലാക്കി തന്റെ മാറിടത്തിൽ വെച്ചു. പാലാഴി മധ്യത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. ഉറങ്ങുന്ന വിഷ്ണുവിന്റെ ശ്വാസവേഗം കൊണ്ട് താണ്ഡവപ്രിയനായ മഹേശ്വരൻ ഹംസനൃത്തത്തെ ചെയ്തു. ഇങ്ങനെ വിഷ്ണുവിന്റെ വക്ഷസ്ഥലത്തിലിരിക്കുന്ന മഹേശ്വരന്റെ ഹംസനൃത്തത്തെ കണ്ടിട്ട് യോഗികൾ സംസാര ദുഃഖത്തെ ത്യജിച്ചു. പിന്നെയും അസുരന്മാരാൽ പീഡിതനായ ഇന്ദ്രൻ രക്ഷയ്ക്കായി വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ വിഷ്ണു എഴുന്നേറ്റ് തന്റെ മാറിടത്തിൽ വെച്ചിരിക്കുന്ന മഹേശ്വരനെ ഇന്ദ്രന് കൊടുത്തു. ദിനംതോറും ഭക്തിയോടുകൂടി ഇതിനെ പൂജിച്ചുകൊള്ളുക, എന്നാൽ സർവപീഠകളും തീരും എന്ന് പറഞ്ഞു. ഇന്ദ്രൻ അതുപ്രകാരം രത്നസമ്പുടത്തിൽ വെച്ചിരിക്കുന്ന മഹേശ്വരനെ കൊണ്ടുപോയി ദിനംതോറും ഭക്തിയോടുകൂടി പൂജിക്കുവാൻ തുടങ്ങി. ആകാശ ഗംഗാജലം കൊണ്ടും മയിൽപീലികളാലുള്ള ഛത്രം കൊണ്ടും ശംഖധ്വനി കൊണ്ടും ജവന്തിമാലകളെ കൊണ്ടും പൂജിച്ചു. വിഷ്ണു ഏതു പ്രകാരം ലക്ഷ്മിയെ ലഭിച്ചുവോ അതുപോലെ ഇന്ദ്രനും മഹേശ്വരനെ പൂജിച്ചു വലുതായ ഐശ്വര്യത്തെ പ്രാപിച്ചു എന്ന് സ്കന്ദ ഉപപുരാണത്തിൽ 10-ാം അധ്യായം. ഇങ്ങനെയിരിക്കുന്ന കാലത്തിൽ മഹേശ്വരൻ ഉമാദേവിയോടുകൂടി കൈലാസപർവ്വതത്തിൽ സകല വൃക്ഷങ്ങളും പുഷ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഉദ്യാനത്തിലേക്ക് പോയി പക്ഷികളെ കൊണ്ട് വ്യാപിക്കപ്പെട്ടതായ ഉദ്യാനത്തെ പ്രവേശിച്ചു. കാമദർപ്പഹരനായ ഹരൻ കാമുകൻ കാമിനിയെ എന്ന പോലെ പുതിയ പുഷ്പങ്ങളാൽ ദേവിയെ അലങ്കരിച്ചു. അളകത്തിൽ കൊന്നപ്പൂവിനെയും കാതുകളിൽ കായാമ്പൂക്കളെയും നാസികാഗ്രത്തിൽ
പുന്നപ്പൂവിനെയും, ഗണ്ഡങ്ങളിൽ അത്തിപ്പൂപ്പൊടിയെയും, കഴുത്തിൽ മല്ലികാമാല്യത്തെയും, കൈകളിൽ മൃണാള വലയത്തെയും, ഹസ്തത്തിൽ പത്മത്തെയും, സ്തനങ്ങളിൽ പത്രലേഖയെയും ചേർത്തു. ഇങ്ങനെ പുഷ്പാഭരണത്തെ ധരിച്ചിരിക്കുന്ന ഉമാദേവി മഹേശ്വരനെ രമിപ്പിച്ചു. ഒരു വലിയ വൃക്ഷമൂലത്തിൽ പുഷ്പശയ്യ ഉണ്ടാക്കി ദേവിയെ ഇരുത്തി ദേവിയുടെ മടിയിൽ സർവാന്തര്യാമിയായ മഹേശ്വരൻ കിടന്നു. അപ്പോൾ ആദിത്യൻ ആസ്തമന ഉദ്യുക്തനായി ഇരുന്നു. ഈ സമയം പാപികൾക്ക് കൂടി പാവനമായ പ്രദോഷമായിരുന്നു. യാതൊരു പ്രദോഷത്തിൽ മനുഷ്യൻ വില്ലുദളങ്ങളെ കൊണ്ട് മഹേശ്വരനെ അർച്ചിച്ച് അജ്ഞാനബന്ധത്തിൽ നിന്ന് മുക്തനാകുന്നുവോ, ആ പ്രദോഷ സമയത്തിൽ കറുത്ത മുഖത്തോടുകൂടിയ ഒരു വാനരൻ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ ചാടിക്കൊണ്ട് ആ വില്ലുവൃക്ഷത്തിന്റെ മുകളിൽ ചാടി വന്നു. വാനരൻ വില്ലുവൃക്ഷത്തിന്മേലിരുന്ന് വിശ്രമിച്ചുകൊണ്ട് ജാതി സ്വഭാവത്താൽ മനോഹരങ്ങളായ വില്ലുദളങ്ങളെ അറുത്തുകൊണ്ടിരുന്നു. ആ വില്ലുപത്രങ്ങളെല്ലാം ദൈവയോഗത്താൽ ഉമാസഹിതനായ മഹേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ വീണു. ആ വില്ലുദളങ്ങളെ മഹേശ്വരൻ എണ്ണിക്കൊണ്ടിരുന്നു. 108 വാനരനെ ഗൗരിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ദേവി അതിനെ കടാക്ഷിച്ചു. ഉടനെ മഹേശ്വരൻ എഴുന്നേറ്റ് സന്തുഷ്ടനായിട്ട് ആ വാനരനെ ഇവിടെ വാ എന്ന് വിളിച്ചു. ആ ക്ഷണത്തിൽ തന്നെ വാനരന് ജ്ഞാനമുണ്ടായി. വേഗം മരത്തിൽ നിന്നിറങ്ങി ഉമാമഹേശ്വരന്മാരെ പ്രദക്ഷിണം ചെയ്ത് പാദങ്ങളിൽ നമസ്കരിച്ചു. വില്ലുദളാർച്ചനത്താൽ പ്രീതനായ മഹേശ്വരൻ വാനരനോട് ഇങ്ങനെ പറഞ്ഞു: നീ ഭൂമിയിൽ പോയി മനുവംശത്തിൽ ജനിക്കുക. 1,08,000 സംവത്സരം ഏകരാജ്യാധിപനായ ചക്രവർത്തിയായിരുന്ന് അന്ത്യത്തിൽ എന്റെ പദത്തെ പ്രാപിച്ചുകൊള്ളുക. ഇങ്ങനെ മഹേശ്വരവാക്യം കേട്ടപ്പോൾ വാനരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു: ഹേ മഹേശ്വര, ഭഗവത്പാദ സേവയെ വിട്ട് എനിക്ക് മനുഷ്യജന്മം ലഭിച്ചാൽ ആ ജന്മനിവൃത്തി എപ്പോഴാണ് ഭവിക്കുന്നത്? ഹേ പരമേശ്വര, പ്രസാദിക്കുക. എനിക്ക് ഭവൽപാദാരവിന്ദങ്ങളിലുള്ള ശാശ്വത ഭക്തി മാത്രം മതി. പാദസേവയ്ക്ക് വിഘ്നകരമായ രാജ്യം എനിക്ക് വേണ്ട. ഇവിടെ ഭവാന്റെ ദാസദാസനായിരുന്നു കൊള്ളാം. ഞാൻ ഭൂമിയിൽ പോയി ജനിക്കുന്നില്ല. ഭൂമിയിലെന്നു മാത്രമല്ല, ഏത് ദിവ്യന്മാരുള്ളിടത്തായാലും ദിവ്യനാണെന്നും സർവേശ്വരനാണെന്നും ഉള്ള മതത്താൽ മൂഢബുദ്ധിയായിട്ട് അഹങ്കരിച്ചുകൊണ്ട് ഭവാനെ മറക്കുന്നതിനാൽ അധോഗതിയെ പ്രാപിക്കുന്നു. ചതുരംഗബലത്തോടുകൂടിയതായും സർവസമൃദ്ധിയോടുകൂടിയതായുമുള്ള രാജ്യം തരാമെന്ന് പറയുന്നത് വഞ്ചനയാണ്. അത് ഭവാന് ഉചിതമല്ല. ഭവാൻ എന്നിൽ പ്രസന്നനാണെങ്കിൽ കരുണാകടാക്ഷമാകുന്ന സിംഹാസനം തന്നാൽ മതി. ഭവാങ്കൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഐശ്വര്യത്തിനായി ഭവാനെ സേവിക്കുന്നതുമില്ല. യാതൊരു ജന്മത്തിൽ നിങ്ങളുടെ സേവ സിദ്ധിക്കുന്നില്ലയോ, ആ ജന്മം വ്യർത്ഥം തന്നെ. ഹേ കരുണാസിന്ധോ, പ്രസാദിക്കുക, എന്നിൽ ദയ ചെയ്യുക. ഇങ്ങനെ ദുഃഖിക്കുന്ന വാനരനോട് മഹേശ്വരൻ പറഞ്ഞു: നീ ഖേദിക്കേണ്ട. ഞാൻ പറയുന്നത് പോലെ കേൾക്കുക. അജ്ഞാനത്താൽ എന്നെ പൂജിക്കുന്നത് ഭോഗത്തിനും ജ്ഞാനത്താൽ പൂജിക്കുന്നത് മോക്ഷത്തിനുമാണെന്ന് വേദജ്ഞന്മാരാൽ വേദാഗമങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രദോഷ സമയത്ത് ഒരു വില്ലുദളം കൊണ്ട് എന്നെ അർച്ചിച്ചാലുള്ള ഫലത്തെ പറയാം, കേൾക്കുക. നീ ആ ഫലത്തെ പ്രാപിച്ചവനാണല്ലോ. ജ്ഞാനവൈരാഗ്യമുള്ളവൻ പ്രദോഷത്തിൽ എന്നെ അർച്ചിച്ചാൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. അറിയാതെ കാകതാളീയന്യാസത്താൽ എന്നെ പൂജിച്ചാൽ രാജ്യഭോഗത്തെ ലഭിക്കുന്നു. അതുകൊണ്ട് നീ രാജാവായി ജനിച്ച് ദേവാദികളാൽ ആഗ്രഹിക്കപ്പെട്ടതായ രാജ്യഭോഗത്തെ അനുഭവിക്കുക. എന്റെ ജ്ഞാനത്താൽ അന്ത്യത്തിൽ നീ എന്റെ പദത്തെ പ്രാപിക്കുകയും ചെയ്യും. അവിടെയും നിനക്ക് ഇന്ദ്രസഖ്യത്താൽ ഞങ്ങളുടെ ദർശനം ലഭിക്കും. നീ എന്റെ ഭക്തനാണ്. സന്താപിക്കേണ്ട, ഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക.
ഇങ്ങനെ മഹേശ്വര വാക്യം കേട്ട് വാനരൻ പറഞ്ഞു, എന്നാൽ എന്റെ ഓർമ്മയ്ക്കായി ഭൂമിയിലും എന്റെ മുഖം ഇങ്ങനെ തന്നെ ഭവിക്കട്ടെ. അങ്ങനെ തന്നെ ഭവിക്കും എന്ന് പറഞ്ഞ മഹേശ്വരൻ മറയുകയും ചെയ്തു. പിന്നെ ആ വാനരൻ മനുവംശത്തിൽ മുജുകുന്ദൻ എന്ന പേരോടുകൂടി ആ മുഖത്തോടുകൂടി തന്നെ ജനിച്ചു. ആ രാജാവ് ഇന്ദ്രൻ സ്വർഗത്തെ രക്ഷിക്കുന്നത് പോലെ ഭൂമിയെ രക്ഷിച്ചു. എപ്പോഴും യാഗശീലനായ ആ രാജാവിന് ദേവേന്ദ്രൻ സുഹൃത്തായി ഭവിച്ചു. ഒരിക്കൽ അസുരന്മാരെ ജയിക്കാൻ വേണ്ടി ഇന്ദ്രൻ മുജുകുന്ദ രാജാവിന് ആളയച്ചു. മുജുകുന്ദൻ സ്വർഗത്തിൽ പോയി അസുരന്മാരെയെല്ലാം ജയിച്ച് ഇന്ദ്രനോടുകൂടി ദേവസഭയിലേക്ക് ചെന്നു. അപ്പോൾ സകല ദേവന്മാരും ദേവഗുരുവും മുജുകുന്ദനെ ആശീർവാദം ചെയ്തു. രത്നസിംഹാസനത്തിൽ ഇന്ദ്രനോടൊരുമിച്ചിരുന്നു. അർദ്ധാസനസ്ഥിതനായും അസുരബാണം കൊണ്ടുള്ള വ്രണങ്ങളാൽ ഭൂഷിതനായുമായ വക്ഷസ്ഥലത്തോടുകൂടിയവനായും അനുരാഗവതിയായ ജയശ്രീയുടെ നഖക്ഷതത്താൽ എന്ന പോലെ ശോഭിതനായും ഇരിക്കുന്ന രാജാവിനെ ദേവസ്ത്രീകളെല്ലാവരും സേവിച്ചു. രംഭ ചാമരം വീശിക്കൊണ്ടും മേനക സ്വർണപാത്രത്തെ ധരിച്ചുകൊണ്ടും സുകേശി ആലവട്ടം വീശിക്കൊണ്ടും മഞ്ജുഘോഷ താമ്പൂലം കൊടുത്തുകൊണ്ടും ഉർവശിയും തിലോത്തമയും നൃത്തം ചെയ്തുകൊണ്ടും ചിത്രരേഖ വീണ വായിച്ചുകൊണ്ടും സഹജന്യ ഇലത്താളം കൊട്ടിക്കൊണ്ടും ഗന്ധർവന്മാർ ഉപഗാനം ആലാപനം ചെയ്തുകൊണ്ടും രാജാവിനെ സേവിച്ചു. ഇന്ദ്രനും രാജാവും ഗീതനൃത്തങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് മധ്യാഹ്നമായപ്പോൾ എഴുന്നേറ്റ് ഐരാവതത്തിന്റെ മുകളിൽ കയറി അന്തഃപുരത്തിലേക്ക് പോയി. ഇന്ദ്രാണി മുകുന്ദനോട് ആചരിക്കുന്നത് പോലെ മുജുകുന്ദനോട് ആചരിച്ചു. പിന്നെ ഇന്ദ്രനും രാജാവും ദേവഗംഗയിൽ കുളിച്ചു. രത്നനിർമ്മിതമായ ശിവപൂജാഗ്രഹത്തിലേക്ക് പോയി. ദിവ്യ ധൂപവാസിതമായ ആ പൂജാഗ്രഹത്തിലിരുന്ന് ഇന്ദ്രൻ ഭസ്മരുദ്രാക്ഷധരനായി പൂജയെ ആരംഭിച്ചു. വിഷ്ണുതുല്യ പരാക്രമനായ മുജുകുന്ദനു സോമാസ്കന്ധമൂർത്തിയെ കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായി. പണ്ട് മഹേശ്വരൻ പറഞ്ഞതും ഓർമ്മ വന്നു. മനസ്സുകൊണ്ട് ശിവനെ സ്തുതിച്ചു. രഹസ്യസ്തുതിയാൽ സന്തുഷ്ടനായ മഹേശ്വരൻ മുജുകുന്ദനെ അനുഗ്രഹിച്ച് ഭൂമിയിൽ എന്നെ പൂജിക്കുക എന്നു കർണത്തിൽ പതുക്കെ പറഞ്ഞു. പൂജയുടെ തിരക്കുകൊണ്ട് ഇന്ദ്രൻ അതൊന്നും അറിഞ്ഞില്ല. പൂജ അവസാനിച്ചപ്പോൾ രാജാവ് ഭൂലോകത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ ഗാഠാലിംഗനം ചെയ്ത് എന്താണ് അഭീഷ്ടമെന്ന് ചോദിച്ചു. അതുകേട്ട് രാജാവ് ഇന്ദ്രന്റെ കൈയും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാന് എന്നെ സ്നേഹമുണ്ടെങ്കിൽ ആ സോമസ്കന്ധമൂർത്തിയെ എനിക്ക് തരുക. ആ മൂർത്തിയെ പൂജിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭവാന്റെ സ്നേഹത്താൽ ഞാൻ കൃതാർത്ഥനാവട്ടെ. അതുകേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം പറയാം. ഭവാനോട് ഞാൻ വല്ലതും മറച്ചുവെക്കുമോ? ആ മൂർത്തി എന്റേതല്ല, വിഷ്ണുവിന്റെയാണ്. പൂജിക്കുവാൻ മാത്രം എനിക്ക് തന്നതാണ്. ഭവാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സമ്മതിച്ചാൽ ഞാൻ തരാം. അതല്ലാതെ ഇത് ദാനം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല. ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് മുജുകുന്ദൻ മഹേശ്വരനെ ധ്യാനിച്ചു. ആ മഹേശ്വര അനുജ്ഞയാൽ വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനെ നമസ്കരിച്ച് സ്തുതിച്ചു. സോമസ്കന്ധമൂർത്തിയെ ചോദിച്ചു. വിഷ്ണു അല്പം ആലോചിച്ചിട്ട് മഹേശ്വര നിയോഗമുണ്ടെന്നറിഞ്ഞ് സോമസ്കന്ധമൂർത്തിയെ ഇന്ദ്രനോട് വാങ്ങിക്കൊള്ളുവാനും പറഞ്ഞു. ഉടനെ മുജുകുന്ദൻ ഇന്ദ്രനോട് വന്ന് വിഷ്ണുവിന്റെ കൽപ്പനയായി, മഹേശ്വരനെ എനിക്ക് തരിക. സമയം അതിക്രമിക്കുന്നു, ഭൂമിയിലേക്ക് പോകട്ടെ, സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. മുജുകുന്ദന്റെ വാക്കുകേട്ട് ഇന്ദ്രന് ആലോചനയായി. ഞാൻ സോമസ്കന്ധമൂർത്തിയെ ഇവന് കൊടുത്താൽ പൂജയും മറ്റുമില്ലാതെ ദിവസങ്ങൾ ശൂന്യങ്ങളായി തന്നെ കഴിക്കേണ്ടി വരും. മുജുകുന്ദന്റെ ആഗ്രഹം എങ്ങനെയാണ് സാധിപ്പിക്കേണ്ടത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിശ്വകർമാവിന്റെ അടുക്കലേക്ക് പോയി. രാജാവ് അറിയാതെ സോമസ്കന്ധമൂർത്തിയുടെ ഒരു പ്രതിബിംബം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു.